അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കലോത്സവത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. ഞങ്ങൾ നേരത്തെ ഇറങ്ങാണ്. ഇന്ന് എനിക്ക് 3 വേദിയിലാണ് ഡ്യൂട്ടി ഉള്ളത്. 3 വേദിയല്ല, 3 ഐറ്റത്തിനാണ് ഡ്യൂട്ടി ഉള്ളത്. ഒന്ന് തിരുവാതിരകളി, പിന്നെ അഷ്ടപതി, മോഹിനിയാട്ടം. അപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള വേദികളാണ്. മാക്സിമം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. മാക്സിമം വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. എന്തായാലും കലോത്സവവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബാക്കി വീഡിയോയിൽ കാണാം. ഇന്ന് ഒന്നാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ ഉദ്ഘാടനം ഉണ്ടല്ലോ. അപ്പോൾ പിണറായി വിജയനും മറ്റു മന്ത്രിമാരൊക്കെ എത്താൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അത്ര അധികം വൈകിയെന്നല്ല, എന്നാലും വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പ്രോഗ്രാമുകൾ വൈകും എന്നറിയാം. 11 മണി എന്ന് പറഞ്ഞാലും 11:30 12 മണിയായിട്ടേ തുടങ്ങുള്ളൂ പ്രോഗ്രാമുകളൊക്കെ. അപ്പോൾ അതിൻ്റെ കാലതാമസം ഉണ്ടാവും എന്നറിയാം. എന്നാലും ഞങ്ങൾ നേരത്തെ പോയി. അവിടെ മോഹനമാവനെ സഹായിക്കാൻ നിൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ അവിടെ ചെന്നപ്പോൾ മില്ലറ്റ് ദോശയായിരുന്നു. നവധാന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദോശയാണ് മില്ലറ്റ് ദോശ. ഈ മില്ലറ്റ് ദോശ ഉണ്ടാക്കുന്നവരാണ് ഈ നിൽക്കുന്നവർ. ഇവർ എറണാകുളത്തുള്ളവരാണ്. ശ്രീവിനായക കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുപാട് ദോശകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ദോശയാണ് മില്ലറ്റ് ദോശ എന്ന് പറയുന്നത്. ഒരു ഫുഡ് ഫെസ്റ്റിന് മോഹനമ്മാൻ ഇവരെ കണ്ടിട്ട് നിങ്ങൾ കലോത്സവത്തിൽ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ഇവർക്ക് ഇത്രയും ബൾക്കായിട്ടുള്ളൊരു ഓർഡർ കിട്ടുന്നതും ഇവരോട് വരുന്നതും. മില്ലറ്റ് ദോശ മാത്രമായിരുന്നില്ല, അവിടെ തട്ട് ദോശ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ ദോശ ഞാൻ ഇങ്ങനെ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ദോശ ഉണ്ടാക്കണം. അവിടെ 24കാരൊക്കെ വന്നിട്ട് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ദോശ ഉണ്ടാക്കി വെച്ചിട്ടേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇല വെച്ചിട്ട് ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുകയാണ് അത്രേ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതായിരുന്നു ഇന്ന് രാവിലെ കലവറയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അവിടെ ദോശ ഉണ്ടാക്കുക, ഉച്ചക്കലത്തേക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. ഇത്രയും പച്ചക്കറികളൊക്കെ, എന്തോരം പച്ചക്കറികളാണ്. ഞാനിങ്ങനെ ആലോചിക്കും, ഇത്രയും പച്ചക്കറികളൊക്കെ വേണം. ഒരു 4000 പേര് ഒരുമിച്ച് ഉണ്ണാന്ന് പറഞ്ഞാലും ഒരു നേരത്തേക്ക് മാത്രമല്ലല്ലോ. കുറച്ചധികം സാധനങ്ങൾ തന്നെ വാങ്ങിക്കണ്ടേ, നമ്മൾ ഉദ്ദേശിക്കണതിൻ്റെ അപ്പുറത്തേക്ക് സാധനങ്ങൾ വാങ്ങിക്കണ്ടേ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിലേക്ക് പോന്നിട്ട് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് രാവിലെ. അത് കഴിഞ്ഞിട്ടാണ് റൗണ്ടിലേക്ക് പോവുള്ളൂ. ഇതാണ് പാട്രായ്ക്കൽ ജംഗ്ഷൻ. ഇവിടെയാണ് ഞങ്ങളുടെ ഓഫീസുള്ളത്. അവിടെ ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു, എന്തെങ്കിലും കാണാനുള്ളതുണ്ടോയെന്ന്. അപ്പോഴാണ് അതാ വരുന്നു ഒരാൾ. തൃശ്ശൂർക്കാർക്ക് ഇത് വളരെ കോമൺ ആണ്. ഇതേ വേറൊരാൾ അവിടെ ക്രോസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ടൈറ്റസ് ഏട്ടൻ മേളം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മേളം എന്ന് പറഞ്ഞാൽ പാണ്ടിമേളം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് തൃശ്ശൂർ പൂരം എന്നുള്ളൊരു തോന്നൽ വന്നോട്ടെ എന്നുള്ള വിചാരിച്ചിട്ട് അങ്ങനെ പാണ്ടിമേളം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുടമാറ്റം, കുറേ കുടകൾ വെച്ചിട്ട്, കുടമാറ്റം എന്ന് പറയാനില്ല, കുടകൾ ഇങ്ങനെ കുറേ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ആൾക്കാരാണ് കേട്ടോ ആ മെയിൻ സ്റ്റേജിലുണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരെയും കാണാൻ വേണ്ടിയിട്ട് വന്നവരാണ്. സർവ്വമായയിൽ ഡെലുലു ഉണ്ടായിരുന്നു കേട്ടോ. CM ഇപ്പെത്തും എന്ന് പറഞ്ഞ CM എത്തി. പിന്നെ ഞങ്ങൾക്ക് മറ്റേ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. ഇതാണ് ഗ്രൂപ്പ് ഡാൻസിൻ്റെ തുടക്കം ഉണ്ടായിരുന്നത്, തൃശ്ശൂരിൻ്റെ ഒരു തനിമ കാണിക്കാൻ വേണ്ടിയിട്ട്. അറിയുന്നുണ്ടായിരുന്നില്ല ഗോപിയാശാൻ വരുന്നു. പക്ഷെ ഗോപിയാശനെ കണ്ടപ്പോൾ ശരിക്കും സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. ഗോപിയാശൻ ഒരു ഇടം കൊടുത്തുല്ലോ അവിടെ. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നു. സഖാവ് പിണറായി വിജയൻ, ശിവൻകുട്ടി, കൃഷ്ണൻകുട്ടി, റിയ ഷിബു സിനിമാ നടി, സർവ്വമായയിലെ ഡെലുലു എന്നറിയപ്പെടുന്നൊരു സിനിമാ നടിയാണ് കേട്ടോ റിയ ഷിബു. നല്ല അഭിനയമാണ് ആ കുട്ടിയുടെ. അപ്പോൾ അങ്ങനെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു. ഞാനിങ്ങനെ ഇടയിൽ കൂടെ ഓരോ ഷോർട്സ് എടുക്കുമായിരുന്നു അവരെ കാണാൻ പാകത്തിനായിട്ട്. അപ്പോൾ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ
ഇതേ വേദിയിൽ തന്നെയാണ് എനിക്ക് മോഹിനിയാട്ടം ഉള്ളത്. പക്ഷെ അതിന് മുമ്പ് അഷ്ടപതി തുടങ്ങും. അപ്പോൾ അഷ്ടപതിക്ക് ഞാൻ പോവാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതെന്തായാലും എല്ലാവരും സംസാരിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് സമയമാവുമല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വന്ന് മോഹിനിയാട്ടം എടുക്കാം. അപ്പോഴത്തേക്കും അഷ്ടപതി കഴിയുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഈ ചടങ്ങ്, ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് മന്ത്രി പ്രസംഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പോയി. പിന്നെ പിണറായി പ്രസംഗിച്ച് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് പതുക്കെ സ്റ്റാൻഡ് വിട്ടു. ജവഹർ ബാലഭവനിലായിരുന്നു അഷ്ടപതി. അപ്പോൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോകണം. ഇതാണ് ശ്രേയസിൻ്റെ അഷ്ടപതി കേൾക്കാനാണ് ഞാൻ പോയത്. അതല്ലാതെ എനിക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അസല് പാട്ടായിരുന്നു കേട്ടോ, നല്ല ശബ്ദം. ഏലൂർ ബിജു സാറിൻ്റെ ശിഷ്യനാണ് ശ്രേയസ്. എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ശ്രേയസിന്. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് മോഹിനിയാട്ടത്തിൻ്റെ അവിടെ വന്നു. മോഹിനിയാട്ടത്തിൻ്റെ അവിടെ 19 എണ്ണം കണ്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിയാൻ ഒരുപാട് സമയമെടുത്തു. അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വിട്ടുപോയി. അതിന് അടുത്ത ദിവസത്തേക്ക് മാറ്റിയപ്പോൾ എൻ്റെ ഡ്യൂട്ടി മാറി. അപ്പോൾ ഞാൻ നേരത്തെ പോന്നു. ഇപ്പം ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ഞങ്ങൾ ഇല്ലത്തേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.